ഹലോ. ഇന്നിപ്പോൾ നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടാണ് ഞാൻ വരുന്നത്. കാരണം ഇന്ന് എനിക്ക് 10 മണിക്കാണ് ഡ്യൂട്ടി. പക്ഷേ എൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഷാട്ട് പിടിച്ച പോലെയൊക്കെ തോന്നും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, ജന്മല അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കടന്നു. അരി വേവിക്കാൻ വെച്ചു. വെണ്ടയ്ക്കയും കോവയ്ക്കയും ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചു. കാരണം രാവിലെ എണീറ്റപ്പം മെഴുക്ക് പുരട്ടി വെച്ചാൽ മതിയല്ലോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വയ്ക്കാൻ പോകുന്ന പുട്ടും മുട്ടക്കറിയാണ്. പുട്ട് എന്താ പറയുക, ഇന്നലത്തെ ഡിന്നറായിരുന്നു പുട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കുഴച്ച് വെച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മുട്ടക്കറി വയ്ക്കുകയാണ്. മുട്ടക്കറിക്കുള്ള സാമഗ്രികളാണ് സവാളയും തക്കാളിയും മാത്രമുള്ള ഒരു സിമ്പിൾ മുട്ടക്കറിയാണ് ഞാൻ വയ്ക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒരു ആർഭാടങ്ങളുമില്ല. പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ നനച്ച് എന്തെങ്കിലും കഴിക്കണമല്ലോ, അതിന് വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു കറി, മുട്ടക്കറി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, നേരെ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഈ റെഡ് ചില്ലി പൊടിച്ച് വയ്ക്കണം എന്ന്. കാരണം മെഴുക്ക് വരട്ടിയിലൊക്കെ ഇടാനായിട്ട് ഇപ്പോഴാണ് എനിക്കതിന് സമയം കിട്ടിയത്. അപ്പം ഞാനത് പൊടിച്ച് വയ്ക്കാൻ പോയി. പിന്നെ വേറൊരു കറി ഞാൻ ഇന്നത്തെ ലഞ്ചിന് റെഡിയാക്കാൻ പോകുന്നതാണ്, മോര് കറി. അപ്പോൾ ഈ അടിക്കുന്നത് തൈരും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മോര് കറിയാണ്. പിന്നെ ഇത് മോര് നമ്മൾ താളിക്കുമല്ലോ, അതിന് വേണ്ടി. വേറെ പ്രത്യേകിച്ച് മോര് കറിയിൽ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, ആ മുളകും ഇട്ടു, പിന്നെ ഇച്ചിരി ഉള്ളി. അത് കഴിഞ്ഞ് നേരെ തൈര് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ. നല്ല കുറുകിയ മോര് കറിയായിട്ടിരിക്കും. നല്ല ക്രീമി മോര് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുട്ടക്കറിയിലോട്ട് കിടക്കുമ്പോഴാണ് ഈ സാധനം ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് കഴിഞ്ഞ ദിവസം മോളിൽ പോയി വാങ്ങിച്ചത്. നിങ്ങൾ ആ ഗാർലിക്കിൻ്റെ കളർ കണ്ടോ? ഉള്ളിയുടെ കളർ പോലും ഇല്ല. അപ്പോൾ ഞാൻ ബിജുവിൻ്റെ അടുത്ത് പറയുന്നത്, ഇത് ഗാർലിക്കല്ല, ഇത് ഉള്ളിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഫൈറ്റ് മാളിൽ വെച്ച് നടക്കും. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്, ആരും വിട്ടു കൊടുക്കില്ല. അവനും വിട്ടു തരില്ല, ഞാനും വിട്ടു തരത്തില്ല. ബിജു ചോദിച്ചതെന്താണെന്ന് വെച്ചാൽ, അത് ഉള്ളി നിനക്ക് കണ്ടിട്ട് വെളുത്തുള്ളി പോലെ തോന്നില്ല. പക്ഷേ ഞാൻ ആ കളറിൽ കയറിയ പിടിച്ചത്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലഞ്ച് പാക്ക് ചെയ്യാൻ പോയി. നോക്കിക്കോ, കയ്യിൽ നിന്ന് പോകും. ഇതുപോലെ എന്തെങ്കിലും എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയില്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് തന്നെ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു. പുട്ടും മുട്ടക്കറി ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റുണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാലില്ലാത്തതുകൊണ്ട് ഇന്ന് കട്ടനാണ് ഞാൻ കുടിച്ചത്. അങ്ങനെ കട്ടനും കുടിച്ച് ബിജുവിനെ പറഞ്ഞു വിട്ട്, അവനുള്ള ചോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെയും ഞാൻ പറഞ്ഞു വിട്ട്. പിന്നെ ഞാൻ പോയി റെഡിയായി വന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റും പിച്ചക്കും എല്ലാം. ഓക്കെ, ബൈ.